മതമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മതം ഉപേക്ഷിച്ചവരാണ്, ഞങ്ങൾക്ക് മതത്തിന്റെ ആവശ്യകതയില്ല, ഞങ്ങൾ നിരീശ്വരവാദികളാണ്, ഞങ്ങൾ യുക്തിവാദികളാണ്, ഞങ്ങൾ ലിബറൽ ചിന്താഗതിക്കാരാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ മതം വിട്ടവരാണെന്ന് പറയുമ്പോഴും എക്സ് മുസ്ലിം എന്ന അഡ്രസ്സിലൂടെ കടന്നു വന്നുകൊണ്ട് വെല്ലുവിളികൾ നടത്തപ്പെടുന്ന ആരിഫ് ഹുസൈൻ അടക്കമുള്ളവരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ ആരിഫ് ഹുസൈൻ എന്ന യുക്തിവാദിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തന്റെ ഇടമുണ്ടോ ആരിഫേ? ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തന്റെ ഇടമുണ്ടോ ആരിഫേ? കാരണം എന്തെന്നറിയോ? ഞങ്ങൾ മതം വിട്ടവരാണെന്ന് വാതോരാതെ വാചാലമായി അവകാശപ്പെടുമ്പോഴും ആ വിദ്വേഷ പ്രചാരണങ്ങൾക്കിടയിലും നിങ്ങൾക്ക് ജീവിക്കണമെങ്കിലോ, നിങ്ങൾക്ക് റീച്ച് കിട്ടണമെങ്കിലോ, നിങ്ങൾക്ക് വ്യൂസ് കിട്ടണമെങ്കിലോ, നിങ്ങൾക്കുള്ള റീൽസുകൾക്ക് ജനങ്ങളുടെ ഇടയിൽ ചർച്ചാ വിഷയമാകണമെങ്കിൽ നിങ്ങൾ മതം വിട്ടവരാണെന്ന് അവകാശപ്പെടുന്ന അതേ മതം നിങ്ങൾക്ക് കണ്ടന്റായി വരണമല്ലോ, അതേ മതം നിങ്ങൾക്ക് ചർച്ചയായി വരണമല്ലോ, അതേ മതത്തിന് ചേർത്ത് വായിക്കപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നിങ്ങൾക്ക് പുറപ്പെടുവിക്കണമല്ലോ. പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങള്, ആ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങള് ഒരു പുണ്യമായ ആരാധനയുടെ പശ്ചാത്തലത്തില് വ്രതങ്ങളുമായി തലയിൽ ഇരുമുടിക്കെട്ടുമായി ശബരിമലയുടെ 18 പടികൾ ചവിട്ടിക്കയറുമ്പോ ആ ശബരിമലയിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളുടെ ആ ഒരു ആരാധനയുടെ ആചാരത്തിന്റെ ഭാഗമായി കടന്നു വരുമ്പോ അവര് തിരികെ കൊണ്ടുവരുന്ന മധുരമായ ആ ഒരു അരവണ പായസം പോലും ചേർത്ത് വെച്ചുകൊണ്ട് ഇത് മുസ്ലിമീങ്ങളിലേക്ക് ചേർത്ത് വായിച്ചുകൊണ്ട് അരവണ പായസം കഴിക്കാൻ മുസ്ലിമേ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് അരവണ പായസത്തിന്റെ സമയമാകുമ്പോ അരവണ പായസവുമായി കടന്നു വരുന്നു. ഡിസംബർ 25 കടന്നു വരുമ്പോ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളുടെ ഏറ്റവും സുന്ദരമായ ആഘോഷത്തിന്റെ സുദിനമാകുന്ന അവരുടെ തിരുപ്പിറവിയുടെ സുന്ദരമായ വേളയിൽ ക്രിസ്മസ് കേക്കുമായി കടന്നു വന്നിട്ട് ക്രിസ്മസ് കേക്ക് കഴിക്കാൻ, ക്രിസ്മസ് കേക്ക് ഭക്ഷിക്കാൻ തയ്യാറുണ്ടോ മുസ്ലിമേ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെയും മുസ്ലിമിനെ വെല്ലുവിളിക്കുന്നു. കണ്ടന്റ് എന്തെന്നറിയോ? മുസ്ലിം വിരോധമാ. ചർച്ച എന്തെന്നറിയോ? മുസ്ലിം വിദ്വേഷമാ. റീച്ച് എന്തെന്നറിയോ? മുസ്ലിമീങ്ങൾക്കെതിരെയാ. അതുകൊണ്ട് ആരിഫ് ഹുസൈനെ തന്റെ ഇടത്തോടെ വെല്ലുവിളിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ഇനി ഒരു 5 വർഷക്കാലം, ഇനി വരാനിരിക്കുന്ന ഒരു 5 വർഷക്കാലം ഇസ്ലാമിനെ കുറിച്ച് മിണ്ടാതിരിക്കാൻ, ഇസ്ലാം എന്ന മതത്തെ കുറിച്ച്, മുസ്ലിമീങ്ങളെ കുറിച്ച്, മുസ്ലിമീങ്ങളുടെ ആരാധനകളെ കുറിച്ച്, മുസ്ലിമീങ്ങളുടെ ആത്മീയ ചൈതന്യമുള്ള ജീവിതത്തെ കുറിച്ച്, ഈമാനിനെ കുറിച്ച്, പടച്ച തമ്പുരാനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, ഇസ്ലാം എന്ന് പറയപ്പെടുന്ന മതത്തിന്റെ ഒരക്ഷരം പോലും മിണ്ടാതെ നിനക്കൊരു 5 വർഷക്കാലം ജീവിക്കാൻ കഴിയുമോ ആരിഫേ? തന്റെ ഇടമുണ്ടോ? നിന്നെ വെല്ലുവിളിക്കുകയാണ് ആരിഫേ. ഇതൊക്കെ ഒരു തരം ക്രമീകരിക്കുന്ന ഞാൻ പറയുള്ളൂ. അത് അവരുടെ യഥാർത്ഥത്തിൽ ഇതൊക്കെ അവരുടെ ഉപജീവനമാണ്. കാരണം എന്താണ്? അവർക്ക് റീച്ച് കിട്ടാൻ, അവർക്ക് വ്യൂസ് കിട്ടാൻ, അവർക്ക് നിലനിൽപ്പിന് ഇസ്ലാമിനെ കടന്നാക്രമിച്ചാൽ മതി. മതം വിട്ടവരാണ് ഞങ്ങൾ, മതം വിട്ടവരാണ് ഞങ്ങൾക്ക് മതമില്ലാതെ ഞങ്ങൾ ജീവിക്കൂ എന്ന് അവകാശപ്പെടുമ്പോഴും, എന്ന് വാദിക്കുമ്പോഴും അവരുടെ ഉപജീവന മാർഗമായി മാറിയിരിക്കുന്നത് ഈ മതത്തെയാണ്. ഈ മതത്തെ കൃത്യമായി തേജോവധം ചെയ്ത് വിറ്റ് കാശുണ്ടാക്കുന്നവരാണ് ആര്? ആരിഫ് ഹുസൈനും സംഘവും. അതില് ഒരു സംശയവുമില്ല.